കരുതുന്നത് ഞാനൊരു ലൈബ്രറിയിലോ വായനശാലയിലോ ആണ് എന്നല്ലേ? പക്ഷേ ഇത് രണ്ടുമല്ല. ഞാനുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലാണ്. മോർച്ചറിയുടെ റിസപ്ഷനാണ്. ഇവിടെ ഈ റിസപ്ഷനെ ഇവർ ഒരു ലൈബ്രറിയാക്കി മാറ്റിയിരിക്കുകയാണ്. സിനിമാ കഥകളിൽ കാണുന്ന മങ്ങിയ വെളിച്ചവും പേടിപ്പെടുത്തുന്ന നിശബ്ദതയുമൊന്നുമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിക്കുള്ളിൽ. ഉറ്റവരുടെ ചേതനേറ്റ മൃതദേഹവുമായി കാത്തിരിക്കുന്നവർക്ക് ചിലപ്പോഴെങ്കിലും ആശ്വാസമാകുന്നത് ഈ പുസ്തകങ്ങളും കാഴ്ചകളുമാണ്. പുറത്തുനിന്ന് ഒരു വ്യക്തി പെട്ടെന്ന് മോർച്ചറിലോട്ട് കയറുമ്പോൾ കുറച്ച് അലങ്കാര മത്സ്യങ്ങൾ, ചെടികൾ, ഒരു പോസിറ്റീവ് വൈബ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് 100% വിശ്വസിക്കുന്നത്. മനസ്സിലെ മഞ്ഞുരുകാൻ മോർച്ചറിയിൽ ഒരു വായനശാല എന്നത് സുരക്ഷാ ജീവനക്കാരൻ കണ്ണന്റെ ആശയമാണ്. പൂർണ്ണ പിന്തുണയുമായി മുൻ ആശുപത്രി സൂപ്രണ്ടായിരുന്ന ഡോക്ടർ എ നിസാറുദ്ദീൻ കണ്ണനൊപ്പം നിന്നു. അങ്ങനെ 1.5 മാസം മുമ്പ് വായനശാല തുടങ്ങി. ആശയം എൻ്റേത് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ സമയം ഇവിടെ ഇരിക്കുന്നത് പോലീസുകാരാണ്. കാരണം രാവിലെ ഇൻക്വസ്റ്റിന് വന്ന് അവരും പല മാനസിക സമ്മർദ്ദത്തിൽ ഇരിക്കാറുണ്ട് ഇവിടെ. എങ്കിൽ പോലും ഒരു സെക്കൻഡെങ്കിലും അവരുടെ മനസ്സിനകത്ത് ഒരു ചെറിയൊരു വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പുസ്തകങ്ങളുടെ രൂപത്തിൽ സഹായങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കണ്ണനും മറ്റു ജീവനക്കാരും. മുൻ MLA സത്യൻ സാർ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഡോക്ടർമാർ തന്ന് സഹായിച്ചിട്ടുണ്ട്. വെഞ്ഞാറുമൂട് SI ജ്യോതിഷ് പുള്ളി ബുക്കുകൾ തന്നിട്ടുണ്ട്. അതുപോലെ ഇത് പുള്ളിയുടെ സംഭാവനയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര്, പോലീസുകാരടക്കം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേൾക്കുന്നവരിൽ ചിലർ നെറ്റിച്ചുളിക്കുമെങ്കിലും വേദനകൾക്കിടയിൽ വായന ആശ്വാസമാകുമെങ്കിൽ തന്റെ പ്രവൃത്തി ലക്ഷ്യത്തിലെത്തുമെന്നാണ് കണ്ണൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ റാഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.